നമ്മുടെ ചാനലത്തെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എൻ്റെ മനസ്സിലുണ്ട്. ഇന്നലെ പിൻട്രസ്റ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് പിൻട്രസ്റ്റിലെ കണ്ടു സ്റ്റിക്കർ ബുക്ക് ഉണ്ടാക്കണേന്ന്. അതിങ്ങനെയില്ലായിരുന്നു. അപ്പം ഞാൻ കരുതി സ്റ്റിക്കർ ബുക്കോ നമുക്കൊന്ന് ഉണ്ടാക്കാമല്ലോ എന്ന്. അതിനു മുമ്പ് നീനു ഷാജി എന്ന യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കറിയായിരിക്കും അല്ലേ? അപ്പോൾ ഞാൻ കരുതി എന്തായാലും ചെയ്യാമെന്ന്. ഇത് എൻ്റെ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പുള്ള എൻ്റെ ഒരു സ്റ്റിക്കർ ബുക്കാണ്, ഞാൻ തന്നെ ഉണ്ടാക്കിയാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കവായി ഗേൾസൊക്കെ ഉണ്ട്, പ്രിൻ്റ് എടുത്തിട്ട് ഒട്ടിച്ച് വെച്ചതാണ്. അപ്പോൾ പിൻട്രസ്റ്റിൽ നിന്ന് നമ്മൾ ഈ ഫോട്ടോ ഒക്കെ എടുക്കുന്നത്, അത് എങ്ങനെ എടുക്കുന്നതെന്ന് ഞാൻ താഴെ സെർച്ച് ബട്ടൺ ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ക്യൂട്ട് PNG അതോ എസ്തെറ്റിക് PNG എന്നൊക്കെ അടിച്ചു കൊടുത്താൽ ഇതുപോലെ കുറച്ച് ക്യൂട്ടായിട്ടുള്ളയും റിയലിസ്റ്റിക് ആയിട്ടുള്ളയും ഒക്കെ ഫോട്ടോസ് വരും. എന്നിട്ട് അവിടെ മുകളിൽ 3 ഡോട്ട്സ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ ഡൗൺലോഡ് ഇമേജ് എന്ന് വരുമ്പോൾ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇല്ലുസ്ട്രേഷൻ, ക്യൂട്ട് ഇല്ലുസ്ട്രേഷൻ, എസ്തെറ്റിക് ഇല്ലുസ്ട്രേഷനൊക്കെ അടിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്നത് വരും. ഞാനിപ്പോൾ വാൾപേപ്പറാണ് അടിച്ചു കൊടുത്തത്. അത് ഇതുപോയിട്ട് നമുക്ക് ക്യൂട്ടായിട്ടുള്ള വാൾപേപ്പേഴ്സ് കിട്ടും. നമുക്ക് വേണ്ടുന്നത് നേരെ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ കുറേ പിക്ചേഴ്സ് അവിടെ വന്ന് കിടക്കണ്ടാവും. അതൊക്കെ പിൻട്രസ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത പിക്ചറാണ്. ഇനി ഇതങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് വേണ്ടുന്ന എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇതുപോലെ പ്രിൻ്റ് എടുത്തിട്ട് തരും അവർ. ക്വാളിറ്റി ഉണ്ടാവുക വെച്ചാൽ ക്വാളിറ്റി ഒക്കെ ഉണ്ടാവും, നല്ല ക്വാളിറ്റിയാണ്. ഇത് നല്ലോണം അടിപൊളിയായിട്ടുള്ള കുറേ തന്നെ സ്റ്റിക്കേഴ്സും PNGസും ക്യൂട്ടും ഇല്ലുസ്ട്രേഷനൊക്കെ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിക്കേഴ്സ് ആണെങ്കിലോ ഒരുപാടുണ്ട്. എനിക്ക് ഒത്തിരി 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 ഇഷ്ടപ്പെട്ട ഒരുപാടെണ്ണം. ഇനി അടുത്ത ടാസ്ക് ഇത് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ചിലപ്പോൾ ഒരു കളർ വ്യത്യാസം ഉണ്ടാവും, കാര്യമൊക്കെ ഉണ്ടാട്ടോ. കാരണം കഴിഞ്ഞ മറ്റേ ഫോണിൽ ചാർജ് ഇപ്പോൾ തീരും പിന്നെ തീരും തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ്. ഇത് വേറെ ഫോണാണ്. എന്നിട്ട് ഞാൻ ബാക്കിയൊക്കെ സ്റ്റിക്കേഴ്സൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. നിങ്ങൾ കണ്ടതിന് മുമ്പേ വേറെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഇതാക്കിയിട്ടുണ്ട്. ഇത് കണ്ടു, സ്റ്റിക്കേഴ്സിനെ കാട്ടിയുള്ളത് അതിൻ്റെയൊക്കെ വേസ്റ്റാണ് നല്ലോണം. സ്റ്റിക്കർ അത്ര പോലും ഇല്ല, എന്നാലും വേസ്റ്റ് നല്ലോണം തന്നെയുണ്ട്. ഞാൻ ഇതിൽ കുറച്ച് ഇല്ലുസ്ട്രേഷനും ഒരു വാൾപേപ്പറും പോലെയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിൻട്രസ്റ്റിലൊക്കെ തന്നെയാണ് ഞാൻ കാണിച്ചു തന്നല്ലോ. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചത്. ഇത് ഞാൻ വേറെ സെപ്പറേറ്റ് വെച്ചതാണ്. പിന്നെ ഇതിൽ വലിയൊരു കാര്യമുണ്ട്, ഞാൻ പറയാൻ മറന്നുപോയി. നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ സെലോ ടാപ്പ് കൊണ്ട് ചെയ്യുന്നതല്ല. നമുക്കിനി സെലോ ടാപ്പേ വേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ബട്ടർ പേപ്പറാണ്. ഇപ്പം എന്തായാലും എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു 3 A4 ഷീറ്റ് എടുത്തിട്ട്, ഇതെനിക്ക് തീകയോ അറിയില്ല, 3 A4 ഷീറ്റ് എടുത്തിട്ട് കുറച്ച് ഓയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഫെവിക്കോളിൻ്റെ ബോട്ടിൽ കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ഓയിലൊക്കെ ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുത്താണ്. എല്ലായിടത്തും ഞാൻ നല്ലപോലെ തന്നെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന വേറെ ഒരു പേപ്പറാണ്. അത് ബട്ടർ പേപ്പറാണോ എന്നുള്ള സംശയം കാരണം ഞാൻ നിന്നിട്ടില്ല. ഞാൻ ഇത് എല്ലാം അങ്ങോട്ട് ഓയിൽ ചെയ്തെടുത്തു. എന്നിട്ട് ഞാൻ അയൺ ചെയ്തെടുത്തിട്ടാണ് വന്നത്, കാരണം നമുക്ക് വേഗം പെട്ടെന്നാക്കണമല്ലോ. ഇനി ഇതൊക്കെ ഒന്ന് ഇതുപോലെ മടക്കി കൊടുക്കണം. അതായത് ഒരു A4 ഷീറ്റ് നമ്മൾ 2ആയിട്ട് ഇങ്ങനെ മടക്കൂലേ, ഇത് 4ആയിട്ടാണ് മടക്കുന്നത്. കാരണം അത്രയും പേപ്പേഴ്സൊക്കെ നമുക്ക് വേണം. ഇത് ഞാൻ എല്ലാം ഇങ്ങനെ മടക്കാനുണ്ട്. എല്ലാം ഒരുമിച്ച് വെച്ച് മടക്കണമായിരിക്കും നല്ലത്. എൻ്റെ കഴിഞ്ഞ സ്റ്റിക്കർ ബുക്കിനെ ഞാൻ കാണിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? കാണിച്ചിട്ടുണ്ടാവും. അപ്പം അതിനു മുമ്പ് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ മുറിച്ചെടുത്ത്. അതിൻ്റെ കാര്യം പറയാം. ഇതാണ് എൻ്റെ കഴിഞ്ഞ സ്റ്റിക്കർ ബുക്ക്. ഇത് ഇളകിയൊക്കെ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ ചെയ്തതാണെന്ന്. അപ്പോൾ അതിലേക്ക് നമുക്കിത് വെച്ചാൽ കുറച്ചുകൂടി പുളിയാവും. പിന്നെ നമുക്ക് കാർഡ്ബോർഡ് തിരിയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഇത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഞാൻ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്, കാരണം പെട്ടെന്നൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്, എൻ്റെ അകത്തുള്ളത് പിന്നെ ആരൊട്ടിക്കാനെന്ന്. എന്നിട്ട് ഞാൻ തന്നെ അതെല്ലാം ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് പേപ്പർ ഉണ്ട്, ബട്ട് ഇതൊക്കെ അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എന്നിട്ടും ഇതിൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്ന് വലുതുണ്ടാക്കിയാൽ മതിയല്ലോ. ഇനി ഈ കാർഡ്ബോർഡിൽ ഞാൻ ബട്ടർ പേപ്പർ ആണോ എന്നറിയാത്ത ആ ഒരു പേപ്പറില്ലേ, ബട്ടർ പേപ്പർ ആണെന്ന് തോന്നുന്നു, അത് വെച്ച് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പുറത്തൊക്കെ കുറച്ച് വൃത്തി കിടക്കുന്നുണ്ട്. നമുക്കത് സ്റ്റിക്കർ കൊണ്ട് തന്നെ സെറ്റാക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മൾ വെച്ച പേപ്പറൊക്കെ ഇതിൽ വെച്ച് അങ്ങ് മടക്കി കൊടുക്കുമ്പോൾ ഷേപ്പൊന്നും കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഷേപ്പൊക്കെ കറക്റ്റാക്കി കൊടുക്കണം. എൻ്റെ ആ കഴിഞ്ഞ സ്റ്റിക്കർ ബുക്കില്ലേ, ഇതാണ് ഞാൻ ആദ്യം ഒട്ടിച്ചു കൊടുക്കാൻ പോണേ. പക്ഷേ ഈ ഒരു കാര്യം, ഇത് നമ്മൾ ഫെവിക്കോൾ കൊണ്ട് ഒട്ടിക്കേണ്ടതല്ല, ഫെവി സ്റ്റിക്ക് കൊണ്ടാണ് ഇത് ഒട്ടിച്ചെടുക്കേണ്ടത്. അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഫെവിക്കോൾ ഒട്ടിക്കുകയേ വേണ്ട. ഫെവിക്കോൾ ഇല്ലെങ്കിൽ ഫെവിക്കോളിൽ കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഫെവിക്കോളാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. ഇതിനിപ്പോൾ അതിലെന്തായാലും ഗ്ലൂ ഇല്ലോണ്ട് ഞാൻ അങ്ങനെ ഒട്ടിച്ചെടുത്തു. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി ഫെവി സ്റ്റിക്ക് കൊണ്ട് ഞാൻ ഒട്ടിച്ചിരുന്നത്. ഇത് ഇതാക്കാനാണെങ്കിലും സിമ്പിൾഡായിട്ട് തന്നെ നമുക്ക് കിട്ടും, പെട്ടെന്ന് തന്നെ കിട്ടും. അവിടെ തന്നെ തിരിച്ച് ഒട്ടിക്കാനും പറ്റും. ഇനി ഞാൻ എൻ്റെ എല്ലാം ഇങ്ങോട്ട് ഒട്ടിക്കുന്നുണ്ട്. ഫൈനലി ഇതാണ് നമ്മുടെ സ്റ്റിക്കർ ബുക്ക്. ഇനി ഇതിൻ്റെ ഫ്ലിപ്പ് ത്രൂവും കൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേ നമ്മുടെ ബുക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഞാൻ പ്രിൻ്റ് എടുത്തൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവുമെന്ന്? ഇവിടെ നിന്ന് ആകെ എനിക്കത്രയേ പറ്റിയിട്ടുള്ളൂ. ഇതിനിയും ബാക്കിയാണ്. ഞാൻ പറഞ്ഞാലേ തന്നെ നമുക്ക് വലിയൊരു സ്റ്റിക്കർ ബുക്ക് ഉണ്ടാക്കാൻ നേരമായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ സ്റ്റിക്കർ ബുക്കത്തിൽ കുറച്ചൊക്കെ ബാക്കിയുണ്ട്, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ആയി. ഇപ്പം സമയം 10:58 ഇനി ഇത്ര കയ്യിൽ ഒരു ജേർണലും കൂടി ചെയ്യാൻ തോന്നുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ പഴയ ഞാൻ ചെയ്ത ജേർണൽസാണ്. രസമുണ്ടോയെന്ന് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അറിയില്ല, എന്നാലും അവസാനമായിട്ട് ഞാൻ ചെയ്ത് ജൂൺ മന്ത് ജേർണലാണ്. ഒരു പേജൊക്കെ എടുത്ത് നമുക്ക് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി സ്റ്റിക്കർ ബുക്ക് ഓപ്പൺ ചെയ്യുക, വേണ്ടുന്ന സ്റ്റിക്കറൊക്കെ എടുത്ത് ഒട്ടിക്കാം.
അപ്പോൾ ഓക്കെ ബായ്.